ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കൺമണി കൃഷിനെ തന്നെ നോക്കുമ്പോൾ കൃഷി ചോദിക്കുന്നുണ്ട്, എന്താ കൺമണി നീ എന്തിനെങ്ങനെ ചിരിക്കുന്നേ? വീട് തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷമാണോ എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുകയാണ്, അതും എനിക്ക് സന്തോഷം തന്നെയാണ്. ഇപ്പൊ ഞാൻ ആലോചിച്ചത് ഉണ്ണിത്തിരുമേനി പറഞ്ഞതാണ്, ഭഗവാൻ വീട് തിരിച്ചു കിട്ടിയതുപോലെ സാറിനെയും എനിക്ക് അനുഗ്രഹിച്ചു തരുമെന്ന് പറഞ്ഞില്ലേ, അതാണ് ഞാൻ ആലോചിച്ചതെന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, ഭഗവാൻ എനിക്ക് വേണ്ടി അനുഗ്രഹിച്ചതാണ് നീ എന്ന് പറയുമ്പോൾ കൺമണി പറയാണ്, അങ്ങനെയല്ല, സാറിനെ കിട്ടുന്നത് എന്റെ അനുഗ്രഹമാണെന്ന് കൺമണി പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, ശരി ശരി അങ്ങനെ തന്നെ ആവട്ടെ, എന്നാ പിന്നെ നമുക്ക് ഈ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു നാരങ്ങ വെള്ളം കുടിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട്, ആയിക്കോട്ടെ, എന്നാ നമുക്ക് നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അവര് രണ്ടുപേരും ഒരു പാർക്കിലേക്ക് പോവുകയാണ്. അവിടെ എത്തിയതിനു ശേഷം കൺമണി കൃഷിനോട് ചോദിക്കുന്നുണ്ട്, സാറിനെ പോലെ ഒരാളുടെ പിന്നാലെ ആയിരക്കണക്കിന് പെണ്ണുങ്ങൾ വരും, പക്ഷേ എന്റെ പിന്നാലെ സാർ എന്തിനാണ് വന്നത്? എന്നെ ഇത്രമാത്രം ഇഷ്ടപ്പെടാൻ സാറിന് എന്താണ് കാരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട്, നീയൊരു കലാകാരിയാണ്, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നിന്നെ ഇഷ്ടം. ഞാൻ ഇനി എപ്പോഴും നിന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും, വിട്ടുകൊടുക്കില്ല, കാരണം നീ എന്റെ പെണ്ണാണ് എന്ന് കൃഷി കൺമണിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറയുന്നുണ്ട്. അപ്പൊ കൺമണി പറയുന്നുണ്ട്, ഇതിൽ കൂടുതൽ ഞാനിനി എന്തു പറയാനാ എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു കൈനോട്ടക്കാരി വരികയാണ്. ആ സ്ത്രീ പറയുന്നുണ്ട്, എല്ലാം ഞാൻ പറഞ്ഞു തരാമെന്ന് പറയുകയാണ്. എന്നാൽ കൃഷിയും കൺമണിയും അവരൊന്നും പറയുന്നത് കേൾക്കാതെ വെള്ളം കുടിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ അവര് വീണ്ടും പറയുന്നുണ്ട്, സീതയും ശ്രീരാമനുമാണ് നിങ്ങൾ, സീതയെ കൊണ്ടുപോകാൻ രാവണൻ എന്തായാലും വരും, പക്ഷേ രാമന് തന്നെ കിട്ടും സീതയെ, ഞാൻ എല്ലാം പറഞ്ഞു തരാമെന്ന് പറയുമ്പോൾ കൃഷി കൺമണിയോട് പറയുന്നുണ്ട്, എന്നാ നമുക്കിതൊന്ന് നോക്കിയാലോ എന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, വേണ്ട, ഇതൊന്നും നോക്കണ്ട, നമുക്ക് അവരെന്തെങ്കിലും നമ്മളെ വിഷമിപ്പിക്കുന്നത് പറഞ്ഞാൽ പിന്നെ നമ്മൾ അത് തന്നെ ആലോചിച്ച് സങ്കടപ്പെടും, അതുകൊണ്ട് ഇതൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ കൃഷി പറയാണ്, വാ എന്തായാലും നമുക്കൊന്ന് നോക്കാമെന്ന് പറയുമ്പോൾ കൺമണി, എന്റെ കൈ നോക്കണ്ട, എന്റെ കൈ ഒരു ഭാഗ്യമില്ലാത്ത കൈയാണ്, സാറിന്റെ കൈ നോക്കൂ എന്ന് പറയുകയാണ്. അതിനുശേഷം കൃഷിന്റെ കൈ ആ കൈനോട്ടക്കാരി നോക്കുന്നുണ്ട്. എന്നിട്ട് ആ കൈനോട്ടക്കാരി പറയുന്നുണ്ട് കൃഷിനോട്, സീതാദേവിയെ പോലെ ഒരു പെൺകുട്ടി താങ്കളുടെ ജീവിതത്തിലേക്ക് വരും, സീതാദേവിയെ തട്ടിക്കൊണ്ടുപോകാൻ ഒരു രാവണൻ വരും, ആ രാവണനെ നേരിടേണ്ടി വരും, രാവണനെ മാത്രമല്ല രാവണന്റെ സഹായിയെയും നേരിടേണ്ടി വരും, എന്തായാലും ഒരു യുദ്ധകാലത്തിലേക്കാണ് കിടക്കാൻ പോകുന്നത്. പിന്നെ സാറിന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ കൃഷി എന്താ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആ സ്ത്രീ വീണ്ടും പറയുന്നുണ്ട്, ഒന്നില്ലെങ്കിൽ അച്ഛൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, അല്ലെങ്കിൽ ആ അച്ഛനെ എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നു, നല്ല ചതിയുണ്ട് സാറേ, പൊട്ടിത്തെറികൾ നടക്കാൻ പോവുകയാണ്, കാര്യങ്ങൾ ബുദ്ധിപരമായി തരണം ചെയ്യണം എന്നൊക്കെ ആ സ്ത്രീ കൃഷിനോട് പറയുമ്പോൾ കൃഷിനും കൺമണിക്കും ആകെ പേടിയാവുന്നുണ്ട്. അതിനുശേഷം ഷൺമുഖദാസ് വക്കീല് ബാലുവിനെയും സുമിത്രയെയും കാണാൻ വരുന്നുണ്ട്. സാഗർ നാളെ വരുന്നുണ്ടെന്ന സൂചന അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോ വക്കീല് പറയുന്നുണ്ട്, അന്ന് പറഞ്ഞതുപോലെ 2-3 ദിവസത്തേക്ക് വേണ്ടി മാത്രമാണ് സാഗർ എത്തുന്നത് എന്ന് പറയുമ്പോൾ സുമിത്ര വളരെ സന്തോഷത്തോടെ തന്നെ പറയുന്നുണ്ട്, അപ്പോ ആ വിധി ദിനം വന്നെത്തിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ വക്കീല് പറയുന്നുണ്ട്, അതെ, ആ വിധി ദിനം വന്നു, ഇത്രയും ദിവസം ബലരാമന്റെ മനസ്സ് ചാഞ്ചാടി നിൽക്കുകയായിരുന്നു, ഇപ്പോ സാഗറിനെ കൊല്ലണമെന്ന് മാനസികമായി തന്നെ ബലരാമൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു, എല്ലാം സുമിത്ര മേഡത്തിന്റെ കഴിവാണെന്ന് പറയുമ്പോൾ സുമിത്ര പറയുന്നുണ്ട്, ഒന്നുകൂടി എല്ലാം ഒന്ന് കൊളുത്തി വലിക്കണം, ബലരാമനെ ഒന്നുകൂടി മെരുക്കിയെടുക്കാനുണ്ട്, അതിനു വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ് ഞാനിപ്പോ അവന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളുടെ പഴയ കഥകളും സങ്കടങ്ങളും എല്ലാം അവനോട് പറഞ്ഞ് അവന്റെ മനസ്സ് ഞാൻ ഇളക്കിയിട്ടുണ്ട്, കൃത്യമായി തന്നെ അവൻ ഞങ്ങൾ ഉദ്ദേശിച്ച വഴിക്ക് വന്നു, ഇനിയൊരിക്കലും ബലരാമന് പിതൃഭക്തിയും മാതൃഭക്തിയും വരാൻ പാടില്ല, അതിനു മുമ്പ് തന്നെ സാഗറിനെയും സുജാതയെയും അവൻ അവസാനിപ്പിക്കണം എന്ന് പറയുമ്പോൾ വക്കീല് ചോദിക്കുന്നുണ്ട്, പിന്നെന്തിനാണ് ബലരാമനോട് നിങ്ങൾ സത്യങ്ങളെല്ലാം പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ സുമിത്ര പറയുന്നുണ്ട്, അതെല്ലാം എന്റെ ഒരു മനസുഖത്തിന് വേണ്ടിയിട്ടാണ്, അവസാനത്തെ ആണിയടിക്കലാണത് എന്ന് സുമിത്ര പറയുമ്പോൾ ബാലു പറയുന്നുണ്ട്, അതെ, കൊല്ലുന്നതിനു മുന്നേ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞാലേ മനസ്സിനൊരു തൃപ്തി കിട്ടൂ എന്ന് പറയുമ്പോൾ വക്കീല് പറയാണ്, എന്തായാലും നിങ്ങൾ ആ ഭാഗ്യശ്രീയെ ഒന്ന് സൂക്ഷിക്കണം, ചിലപ്പോൾ അവളെല്ലാം പൊളിച്ച് കയ്യിൽ തരും എന്ന് വക്കീല് പറയുമ്പോൾ സുമിത്ര പറയുന്നുണ്ട്, പൊളിക്കാനോ, എന്റെ പൂട്ട് പൊളിക്കാൻ അവൾ വളർന്നിട്ടില്ല, ബലരാമന്റെ അടുത്തുപോലും അവൾക്ക് എത്താൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ വക്കീല് പറയുന്നുണ്ട്, ഏത് രീതിയിലായാലും നിങ്ങൾ ആ ഭാഗ്യശ്രീയെ തടഞ്ഞു നിർത്തണം, ബലരാമനെ എന്തിനും ഏതിനും ഒരുക്കും നിർത്തണം, കാര്യങ്ങളെല്ലാം ഞാൻ അപ്പപ്പോ അറിയിക്കാം എന്ന് പറഞ്ഞിട്ട് വക്കീല് പോവുകയാണ്. അതിനുശേഷം സുമിത്ര ബാലുവിനോട് പറയുന്നുണ്ട്, ബലരാമനെ സാഗറിനെ കൊല്ലാനായിട്ട് ഒന്നുകൂടി നമ്മൾ ചാർജ് ചെയ്യണം, അതിനുവേണ്ടി ബാലു അഭിനയിക്കണം, കിടപ്പിലാവുന്നത് പോലെ തന്നെ അഭിനയിക്കണമെന്ന് പറയുമ്പോൾ ബാലു പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ ചെയ്തോളാമെന്ന്. അതിനുശേഷം കൃഷിയും കൺമണിയും നാരങ്ങ വെള്ളം കുടിച്ചുകൊണ്ട് കൈനോട്ടക്കാരി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് ഷോക്കായി അങ്ങനെ ഇരിക്കുകയാണ്.
കൃഷ് എന്നിട്ട് കൺമണിയോട് പറയുന്നുണ്ട്, ഇതിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ല, പക്ഷേ അച്ഛന്റെ കാര്യമായതുകൊണ്ട് എനിക്കെന്തോ പേടി തോന്നുന്നു എന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, സാർ എന്തായാലും പേടിക്കണ്ട, പേടിക്കാതിരിക്കെ സാഗർ സാറിന് വരാൻ പോകുന്ന ആപത്തിനെ കുറിച്ച് സൂചന തന്നതാണെങ്കിലോ ആ സ്ത്രീ, എന്തായാലും എല്ലാം പോസിറ്റീവായിട്ട് എടുക്ക്, നമുക്ക് സാഗർ സാറിനെ ഒന്നുകൂടി ഇനി ശ്രദ്ധിച്ചാൽ പോരെ, ഇതെല്ലാം സാർ മറന്നേക്ക് വിട്ടേക്ക് എന്നൊക്കെ പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, എന്റെ അച്ഛന്റെ മേല് ഒരു പൊടി വീണാൽ പോലും എനിക്ക് സഹിക്കില്ല കൺമണി, ചില കാര്യങ്ങളിൽ ഞാനും അച്ഛനും അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം വന്നിട്ടുണ്ട്, അത് ബലരാമന്റെ വിഷയത്തിൽ മാത്രമാണ്, അച്ഛൻ അങ്ങനെ കാര്യമായിട്ടുള്ള ശത്രുക്കളൊന്നുമില്ല, ആകെയുള്ളൊരു ശത്രു ബലരാമനാണ്, ഇനി അവനെങ്ങാനും എന്റെ അച്ഛനെ ഉപദ്രവിക്കോ, അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ബലരാമനെ കൊല്ലുമെന്ന് പറയുമ്പോ കൺമണി പറയുന്നുണ്ട്, സാർ പ്ലീസ് ഇതൊരു റോഡാണ്, ഇങ്ങനൊന്നും ഇവിടെ വെച്ച് പറയല്ലേ, സാറ് വിഷമിക്കാതിരിക്കെ എല്ലാം ശരിയാവും, സത്യം പറഞ്ഞാൽ സാർ ഇങ്ങനെ വിഷമിക്കുന്നത് കാണുമ്പോ എനിക്കാണ് ടെൻഷൻ ആവുന്നത്, പറഞ്ഞിട്ടില്ലേ ഞാൻ സാറിനെ ചുറ്റിക്കിടക്കുന്ന ഒരു ഉപഗ്രഹമാണ് ഞാൻ, സാറ് ടെൻഷനായാൽ എന്റെ ഉള്ള ശക്തി കൂടി പോകുമെന്ന് പറയുമ്പോ കൃഷി പറയുന്നുണ്ട്, ഓക്കെ കൺമണി ഞാൻ നിന്നെ ടെൻഷൻ ആക്കുന്നില്ല, അപ്പൊ ആ സ്ത്രീ അങ്ങനെയൊക്കെ അച്ഛനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സങ്കടമായി, പക്ഷേ നമ്മള് രണ്ടുപേരും രാമനും സീതയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി എന്ന് പറയുമ്പോ കൺമണി പറയുന്നുണ്ട്, അതെ സാർ എനിക്കും വളരെ സന്തോഷമായി എന്ന് പറയുമ്പോ കൃഷി കൺമണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നീ നേരത്തെ പറഞ്ഞില്ലേ കൺമണി എനിക്ക് ചുറ്റും കറങ്ങുന്ന ഒരു ഉപഗ്രഹമാണ് നീയെന്ന്, അങ്ങനെയല്ല അതും തെറ്റാണ്, ഞാനാണ് നിന്നിങ്ങനെ ചുറ്റി നിൽക്കുന്നത്, നിന്റെ ആകർഷണം എനിക്കില്ലെങ്കിൽ ഞാൻ ചിന്നി ചിതറിപ്പോവും എന്നൊക്കെ കൃഷി പറയുമ്പോ കൺമണി കൃഷിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്, എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ സാറ് പറയുന്നത് കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു, സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട്, സാറ് അച്ഛന്റെ കാര്യത്തിൽ വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്തിനും ഏതിനും ഞാൻ സാറിന്റെ കൂടെ ഉണ്ടാവും, ഇനി സാറിന് ദേഷ്യം വന്നാലും സങ്കടം വന്നാലും എന്ത് കാര്യത്തിനായാലും സാർ ടെൻഷനാവും, അപ്പോൾ എനിക്കും ടെൻഷനാവും, അതുകൊണ്ട് എന്തുണ്ടെങ്കിലും സാർ എന്നോട് തുറന്നു പറയണം, ഒന്നും ചാടിക്കേറി ചെയ്യരുത്, എന്തും എന്നോട് ഷെയർ ചെയ്യണമെന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, അതത്രയുള്ളൂ, ഇനി എന്തുണ്ടെങ്കിലും ഞാൻ എന്റെ കൃഷ്ണമണിയോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ, അത് ഉറപ്പു തരുന്നു ഞാനെന്ന് കൃഷി കൺമണിയോട് പറയുന്നുണ്ട്, കൺമണിക്കും അപ്പോൾ വളരെ സന്തോഷമാവുകയാണ്, അതിനുശേഷം സുമിത്ര ബാലുവിനോട് പറയുന്നുണ്ട്, ബാലു എത്രത്തോളം അഭിനയിക്കുന്നുവോ അത്രത്തോളം നമുക്ക് ബലരാമന്റെ മനസ്സ് മാറ്റിയെടുക്കാനാവും, ബാലു മരണക്കിടക്കയിൽ കിടക്കുന്നത് പോലെ വേണം അഭിനയിക്കാൻ, ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ട് ബലരാമനെ കാണിച്ചു തരാം എന്നൊക്കെ പറയുമ്പോ ബാലു പറയുന്നുണ്ട്, ഓക്കെ ഞാൻ നല്ലതുപോലെ തന്നെ അഭിനയിക്കാമെന്ന് പറയാണ്, അതിനുശേഷം സുമിത്ര സഹദേവൻ പോലീസിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്, എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ബലരാമനോട് സംസാരിക്കണം, അവന്റെ കയ്യിൽ ഫോൺ കൊടുക്കുക എന്ന് പറയുന്നുണ്ട്, സഹദേവൻ അപ്പൊ തന്നെ ഫോൺ കൊണ്ടുപോയി ബലരാമന്റെ അടുത്ത് കൊടുക്കുന്നുണ്ട്, സുമിത്ര മേഡം വിളിച്ചിരുന്നു, എന്തോ അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഫോണ് തന്നത് എന്ന് പറയാണ്, പിന്നീട് സുമിത്ര സഹദേവന്റെ ഫോണിലേക്ക് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്, എന്നിട്ട് ബലരാമനോട് കരഞ്ഞുകൊണ്ട് സുമിത്ര പറയുന്നുണ്ട്, മോനെ ഞാൻ അച്ഛനെ കാണിച്ചു തരാം, അച്ഛന് നിന്നോട് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞതാണ് നീ അച്ഛനെ കണ്ടാൽ വിഷമിക്കുമെന്ന്, പക്ഷെ അച്ഛന് നിന്നെ കാണണമെന്ന് ഒരേ നിർബന്ധം, ഇനി ചിലപ്പോ നിന്നെ കാണാൻ പറ്റിയില്ലെങ്കിലോ, അതുകൊണ്ട് ഞാൻ അച്ഛനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് സുമിത്ര ബലരാമന് ബാലുവിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഓക്സിജൻ മാസ്ക് വെച്ച് ശ്വാസം കിട്ടാതെ വലിച്ചുകൊണ്ട് മരണക്കിടക്കയിൽ കിടക്കുകയാണ് ബാലു, സുമിത്ര ആ മാസ്ക് മാറ്റുമ്പോൾ മോനെ എന്ന് ബാലു വിളിക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ബാലുവിന്റെ വായിൽ നിന്ന് ചോര വരുന്നുണ്ട്, ആ ചോര തുപ്പുന്ന സീന് കണ്ടിട്ട് ബലരാമന് വളരെ സങ്കടമാവുന്നുണ്ട്, ബലരാമൻ അപ്പൊ പറയുന്നുണ്ട് സുമിത്രയോട്, അമ്മേ ഞാൻ അച്ഛന്റെ മനസ്സും ശരീരവും തൊട്ട് പറയാണ്, എന്റെ അച്ഛൻ ഇങ്ങനെ കിടക്കാൻ കാരണമായ ആ സാഗറിനെ ഞാൻ കൊല്ലും, ഞാൻ ഇത് അമ്മയ്ക്കും അച്ഛനും തരുന്ന വാക്കാണ്, അത് ഞാൻ നിറവേറ്റും, നിങ്ങളുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരുമെന്നൊക്കെ ബലരാമൻ പറയുമ്പോ സുമിത്ര പറയുന്നുണ്ട്, മതി മോനെ ഞങ്ങൾക്ക് ഇത് കേട്ടാൽ മതി, ഇനി ഞങ്ങൾക്ക് സന്തോഷമായി തന്നെ ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് സുമിത്ര കോൾ കട്ട് ചെയ്യുന്നുണ്ട്, അതിനുശേഷം ബലരാമൻ സാഗറിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം, ബാലുവിന്റെയും സുമിത്രയുടെയും ആഗ്രഹം നിറവേറ്റണം, തന്റെ അച്ഛൻ മരണക്കിടക്കയിൽ കിടക്കുകയാണ്, അച്ഛന്റെ സന്തോഷത്തിന് വേണ്ടി താൻ ഇതെല്ലാം ചെയ്യുമെന്ന് മനസ്സിൽ ഉറച്ച തീരുമാനമെടുക്കുകയാണ് ബലരാമൻ, ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.